Hello, what is up guys? How do you do? Welcome back to new video in Minecraft guys. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ ഇതൊരു മൈൻക്രാഫ്റ്റ് അല്ല, മൈൻക്രാഫ്റ്റിനെ പോലത്തെ തന്നെ വേറെ ഒരു ഗെയിമാണ്. ഓക്കെ, സോ പക്ഷേ നമ്മളിത് മൈൻക്രാഫ്റ്റ് ആയിട്ട് റിയൽ മൈൻക്രാഫ്റ്റ് ആയിട്ട് വരും. അതുവരെ ക്ഷമിക്കുക, അതുവരെ ഈ ഒരു സെർവർ ആയിരിക്കും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചില്ലാത്ത സോറി, ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഗൈസ്. ഓ ഗൈസ്, അപ്പം നമ്മൾ സ്പോൺ ആയത് ഈ ഒരു ഇലയിലാണ് യെസ്. ഓക്കെ, ആൻഡ് വി ഗോ മാൻ. ഓക്കെ, സീനില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇറങ്ങുന്ന വഴിക്ക് ഇച്ചിരി മരം വെട്ടി ഇറങ്ങും ഗൈസ്. മരമുള്ള ഒരു സ്ഥലത്തിലേക്ക് തന്നെയാണ് നമ്മൾ സ്പോണായി വീണത്, അത് വേറെ കാര്യം. Here we go guys. അങ്ങനെ വേണമെങ്കിൽ ഒരു എപ്പിസോഡ് വേണമെങ്കിൽ എൻ്റെ സിസ്റ്ററിനെയും ഞാൻ കൊണ്ടുവരാം. ഓക്കെ, സിസ്റ്ററിന് കളിക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും വേണമെങ്കിൽ സിസ്റ്ററിനെ ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഒരു പ്ലെയിൻസിനെ കണ്ടായിരുന്നു, അതിപ്പം അങ്ങോട്ട് പോയിടുകയാണ് ആച്ചി. ഓക്കെ, പ്ലെയിൻസ് ഇപ്പം ഓക്കെ, ഇവിടെ ഒന്നും പ്ലെയിൻസിനെ ഈ പ്ലെയിൻസാ. ഓക്കെ, സീ പ്ലെയിൻസ് ആണ്. അപ്പം ഈ പ്ലെയിൻസ് ആണ് കണ്ടിട്ട് ഞാൻ വന്നു. മാൻ ബെഡാക്കണം ഗീസ്. ബെഡാക്കാനായിട്ട് വൂള് വേണം. അപ്പം വൂള് ഓക്കെ ഗീസ്. അപ്പം നിങ്ങൾ കണ്ണടച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ മുന്നിൽ നിന്ന് പുകയായിപ്പോയി ഗീസ്. എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. ഓക്കെ, ലെറ്റ്സ് ഗോ. ആൻഡ് ദാണ്ട് ഇവിടെ നോക്കുമ്പോൾ കുറേ അധികം തന്നെ നമുക്ക് ഷുഗർ കേനെ കാണാനായിട്ട് സാധിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതെങ്ങനെ ഇരിക്കണേ ഗൈസ്. ഇപ്പം ഇവിടെ ഒരു കവ്വിരിപ്പുണ്ട്, മൊത്തം ലാഗാണ് ഈ ശരി. എനിക്ക് എന്നതിനെന്ന് അറിയത്തില്ല. ഗൈസ്, അതിപ്പോൾ നമുക്കൊരു വില്ലേജ് കിട്ടിയായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഊളി കിട്ടിയിട്ടുള്ളൂ. വീഴുന്ന വഴിക്ക് കുറേ കിട്ടും ഗൈസ്, ഇനി വഴിക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വുഡിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഗൈസ്. വുഡാണ് നമുക്ക് ഫസ്റ്റായിട്ട് മെയിനായിട്ട് വേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ കളിച്ച് എല്ലാം ഇച്ചിരി പ്രോ ലെവലിൽ പോകുമ്പം വുഡിൻ്റെ ആവശ്യം തീരെ കുറവായിരിക്കും ഗൈസ്. വുഡ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. വുഡ് നമ്മുടെ അടുത്ത് ആദ്യം മാത്രമേ ഒരിച്ചിരി കൂടുതലെന്ന് വെച്ചാൽ ഒരിച്ചിരി ഉണ്ടാവത്തുള്ളൂ. ഇതാണ്ട് അവിടെ ഒരെണ്ണം സ്പോണായി ഗൈസ്. പെട്ടെന്ന് പോയിട്ട് തന്നെ കൊല്ലട്ടെ ഗൈസ്. രാത്രി ആവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഗൈസ്. രാത്രിയായി അറിയാലോ, നമ്മൾ സോംബി എണ്ണം വന്നിട്ട് കൊന്ന് തിന്നും ഗൈസ്, അത് വേറെ കാര്യം. ഉണ്ടായിരുന്ന കാണുന്നില്ല ഗൈസ്. എങ്ങോട്ട് പോയിടാണ് ഈ കേവിൻ്റെ അകത്ത് വല്ലതും പോയി പെട്ടോ? ഇപ്പം ഞാൻ പെട്ടല്ലോ ഗൈസ്, അത് വേറെ കാര്യം. ഓക്കെ, ലെറ്റ്സ് ഗോ. ആൻഡ് ഗൈസ്, ഇവിടുത്തെ കുതിരകൾക്കും ആൻഡ് ലാമകൾ ഇങ്ങനത്തെ സ്കിന്നാണ് ഗൈസ്. എന്നതിൻ്റെ അറിയത്തില്ല, ബഗ്ഗാന്ന് തോന്നുന്നു. ഈ ഒരു ഗെയിമിലേക്ക് ബഗ്ഗാണ് ഗൈസ്. അതെൻ്റെ ഫോണിൻ്റെ ഒരു കുഴപ്പമല്ല. ഓക്കെ ഗൈസ്, എൻ്റെ കൺമുമ്പേ കിട്ടിയ ഏരിയ അത് നമ്മളെ വിട്ട് പോയി ഗൈസ്. ഷീറ്റ്, അതൊരു ഇതാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും വുഡിനെ ഒന്ന് നമ്മുടെ വുഡാക്കിയിട്ടുണ്ട്. വുഡിനെ അല്ല, ലോഗിനെ വുഡാക്കിയിട്ടുണ്ട്. വുഡിനെ തന്നെ വുഡാക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ വുഡിൻ്റെ ഇത്. അതാണ് വുഡിനെ നമ്മൾ പറയുന്നത്. വുഡിനെ വുഡാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വുഡല്ലല്ലോ. ഇതാണ്ട് അവിടെ നിൽപ്പുണ്ട് മോനുസേ. ഇന്ന് അവനെ തട്ടിയിട്ടേ കാര്യമുള്ളൂ. പൂവുണ്ട് ഈസ്, നമുക്ക് റെഡ് കളർ. പറഞ്ഞാൽ നല്ല അനുസരണമുള്ള ഇതാണെന്ന് തോന്നുന്നു, ഷീപ്പാന്ന് തോന്നുന്നു. പറഞ്ഞ ഉടനെ വുഡ് കൈയെടുത്ത് തന്നിട്ട് പുക എങ്ങോട്ടോ പോയി ഈസ്. എനിക്ക് അറിഞ്ഞൂടെ ഈസ്, കണ്ണടക്കടേ. ഓക്കെ, സവനും അങ്ങനെ തന്നെ ആയിരുന്നു. കുട്ടാപ്പി നീ ഇവിടെ തന്നെ ഇരുന്നു. കുട്ടാപ്പിയുടെ വൂള് നമുക്ക് വേണ്ട, കാരണം കിട്ടിയില്ലോ ഓൾറെഡി വൂള്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് റെഡ് ബെഡാണ് കേട്ടോ വേണ്ടത്, നമ്മുടെ ഫേവറേറ്റ് കളർ റെഡാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റെഡ് ബെഡിന് കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 3 റെഡ് പൂ വേണ്ടി വരും. എവിടെക്കോ ലെറ്റ്സ് ഗോ. ഒരെണ്ണം കിട്ടി. കറക്റ്റ് നമുക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ച 3 റെഡ് പൂ ഗൈസ്. എല്ലാം കുറേ ഉണ്ട് ഗൈസ് അവിടെ. നമ്മുടെ ഇൻവെൻട്രി വെച്ച് തന്നെ ആ 3
ഇതിനെ 3 ടൈ ആക്കാം. പിന്നെ റിക്കോ ഒരു ഇത് റിക്കോ ഒരെണ്ണം കൂടെ റിക്കോ. അങ്ങനെ 3 റെഡ് കളർ വൂള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് ബെഡാക്കാം ഗൈസ്. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു റിക്കോ. അങ്ങനെ റെഡ് കളർ ബെഡും ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് റിക്കോ ഗൈസ്. അങ്ങനെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഒരു ഇച്ചിരി ദൂരം ഞാൻ പോയി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഫൈനലി 10,000 ബ്ലോക്ക് 10,000 ബ്ലോക്കൊക്കെ നടന്ന് ഗൈസ്. ഒരു റൂവിൻ്റെ പോർട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പോണായി ഗൈസ് നമുക്ക്. അപ്പം ഇവിടെ ഒരു ചെസ്റ്റ് കിട്ടുമല്ലോ. ആ ചെസ്റ്റിൽ യെസ് അയണിങ് കട്ട് കിട്ടാക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഡയറക്റ്റ് വേണ്ട. അവിടെ നിന്നോട്ടെ ഒബ്സീഡിയൻ 2 എണ്ണം ഉണ്ട്. ഒരു ഗോൾഡൻ ആപ്പിൾ ആൻഡ് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലിനാക്കാൻ പറ്റിയ സാധനം. ഒരു പ്ലഷർ പ്ലേറ്റ്, അതും ഗോൾഡൻ പ്ലഷർ പ്ലേറ്റ്. ഗോൾഡൻ ഹോ വരെ കിട്ടി ഗൈസ്. അത് ഗോൾഡൻ ആണ്, പ്രയോജനമില്ല. സോ സിൽക്ക് ടച്ച് 1ഉം അൺബ്രേക്കിംഗ് 3ഉം എണ്ണ ചെയ്ത് നമുക്ക് വേറെ ഡയമണ്ടിന് കിട്ടിയാൽ ഇങ്ങനെ രസമായിരുന്നു ഗൈസ്. ഓക്കെ, നല്ല അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു റൂമിൻ്റെ പോർട്ടലായിരുന്നു. ആൻഡ് 2 പറ്റില്ല. അപ്പം നമുക്കിത് വീട്ടിൽ വെള്ളങ്ങളെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാലോ. ഇതേ അണച്ച് ഇവിടെ വലിയൊരു ഐലൻഡിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ തല കുത്തി മറിഞ്ഞ് നിന്നിട്ട് ഒരു വില്ലേജറിനെ കാണുന്നില്ല. ഓക്കെ, അപ്പം എൻ്റെ അവസാന തീരുമാനം ഇവിടെ നമ്മളൊരു കുടിലമാക്കുന്നു ഗായ്സ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാർട്ടർ ബേസ് ഇവിടെ ആയിട്ട് ഞാൻ പണിതാനായിട്ടാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തടക്കല്ല് ഒബ്സീഡിയം വെക്കണ്ട ഗൈസ്. ഒബ്സീഡിയം വെച്ചാൽ പിന്നെ പണി പാളും മോനുസേ. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് ഒരു മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൗസ് ഇവിടെ കെട്ടണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് തണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിപ്പം സ്റ്റാർട്ടർ ഹൗസ്, അതായത് ഇന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും മലയുടെ സൈഡിലൊക്കെ ഇരിക്കേണ്ടതായിട്ട് വരും. ഒരു മലയുടെ സൈഡിലും കാണുന്നതിനെ പോയി വീട് വെക്കാം ഗൈസ്. ഓക്കെ, നമുക്കൊരു ഇച്ചിരി ഡേർട്ടിൻ്റെ ആവശ്യം വേണം ഗൈസ്. ഡേർട്ടിൻ്റെ ആവശ്യമുണ്ട് മാൻ. പെട്ടെന്ന് ഡേർട്ട് മാന്ത് മാൻ. വൈ ഗൈസ് വൈ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഡേർട്ട് മാന്തിയിട്ടുണ്ട്. 5 ഡേർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കുഞ്ഞൊരു പാലമാക്കാം ഗൈസ്. ഞാനിത് ക്രൗച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. നിങ്ങളൊരു മ്യൂസിക് കിട്ടോ, നമുക്കിത് ടൈലാപ്സ് ആയിട്ട് പിടിക്കാം. ഓക്കെ, ഹിയർ വി ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു കേവിനെ ഒരു റൂമിന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മേൽഭാഗം ഒന്നും ആക്കിയിട്ടില്ല, താഴ്ഭാഗം ആക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇത് നമ്മുടെ സ്റ്റെയർ കേസ്. ഇതാണ് ആ ഒരു ഇപ്പുറത്തും ഡേർട്ട് വെച്ച് മൂടിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ക്യാവ്. മേലെ നോക്കണ്ടേ, മേലെ ഒരു ഇതും ആക്കിയിട്ടില്ല. ആണ് അപ്പം നമ്മുടെ ക്യാവ് എന്ന് പറയുന്നത്. സോ ആൻഡ് നമുക്കിനി എല്ലാം സെറ്റാക്കി വെക്കണം. ഓക്കെ, ബേസിക് കാര്യങ്ങളെല്ലാം. ഹിയർ വി ഗോ. ഒരു ബെഡ് ഇവിടെ വെക്കാം. ആൻഡ് ഗൈസ് ഓക്കെ, ആൻഡ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിൻ്റെ അടുത്ത് വെക്കാം. ആൻഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഞെക്കിയിട്ട് ഒരു ഫർണിച്ചർ ആക്കിയിട്ട് ഇവിടെ വെക്കാം. ഹിയർ വി ഗോ ഗൈസ്. നെക്സ്റ്റ് വൺ ചെസ്റ്റ്. ഓക്കെ, ആ ചെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നിറച്ച് വെക്കാം. ഓക്കെ, ആ ചെസ്റ്റിൻ്റെ അകത്ത് നിറച്ചും കാണുന്നതിനെ വെച്ചിട്ടുണ്ട് ഗേസ്. ആൻഡ് ഇവിടെ നമുക്ക് ഇനി ഒരു ഡോറിൻ്റെ ആവശ്യം പെട്ടെന്ന് വേണം ഗേസ്. ഹിയർ വി ഗോ. ഇവിടെ വെക്കണം ഗേസ്, ഇച്ചിരി കൂടെ ബാക്കിൽ. ഹിയർ വി ഗോ. ആൻഡ് ഇവിടെ ഇട്ട് അവിടെ നിൽക്കത്തില്ല ഗേസ്. ഓക്കെ, എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ. അയ്യോ എൻ്റെ പൊന്നെ, ഇവിടുന്ന് സോംബിയാണെന്ന് ഇപ്പോൾ കയറി വരും ഗേസ്. നമുക്ക് 4 ഡേർട്ട്. ഗോ മാൻ ഫാസ്റ്റ്. ഗോ 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 ഗൈസ്. ഫൈനലി എല്ലാം ഒറ്റയടിക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കാരണം വെച്ചാലും പേടിക്കേണ്ട. ഇവിടെ മാൻ ഗൈസ്, ഇവിടെ സ്പോണാവോ? ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓ, ഇത് സീനാണ് ഗൈസ്. ഇവിടെ സ്പോണായിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് അർത്ഥം. ഓക്കെ ഗൈസ്, റെക്കോർഡിങ്ങിനുള്ള ടൈം ഓവറായി ഗൈസ്. അതുകൊണ്ട് ഇവിടെ ജോയിൻ്റ് അപ്പ് ചെയ്യാണ്. ബൈ.
ഗൈസ്.